Question. Solve the following transportation problem. P1, P2, P3, W1, W2, W3, W4. 190, 300, 500, 100, 700, 300, 400, 600, 400, 100, 600, 200. Supply 70, 90, 180. Demand 50, 80, 70, 140. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സോൾവ് ദ ഫോളോയിങ് എന്നാണ്. അപ്പോൾ സോൾവ് ദ ഫോളോയിങ് എന്ന ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വോഗൽസും ചെയ്യണം, മോഡി മെത്തേഡും ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് സൊല്യൂഷൻ. ടോട്ടൽ ഡിമാൻഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുന്നത് എല്ലാം കൂടെ ആഡ് ചെയ്യുക. 50 പ്ലസ് 80 പ്ലസ് 70 പ്ലസ് 140. ദാറ്റ് ഈസ് ഈക്വൽ ടു 340. ടോട്ടൽ ഡിമാൻഡ് കിട്ടിയിരിക്കുന്നത് 340 ആണ്. ദെൻ ടോട്ടൽ സപ്ലൈ എത്രയാണെന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 70 പ്ലസ് 90 പ്ലസ് 180. ദാറ്റ് ഈസ് ഈക്വൽ ടു 340. Therefore, total demand equal to total supply ആണ്. So, balanced transportation problem ആണ്. So, we can apply Vogel's method. അപ്ലൈ ചെയ്യാം. വോഗൽസ് മെത്തേഡിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് റോയില് സ്മോളസ്റ്റ് രണ്ട് എലമെന്റ്സ് എടുത്തിന് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ 100ഉം 190 ആണ്. സോ സബ്ട്രാക്ട് ചെയ്യുമ്പം 190 മൈനസ് 100 90 ബ്രാക്കറ്റിലിടുക. ദെൻ 300 400 ആണ്. 400 മൈനസ് 300 100. ദെൻ 100ഉം 200 മൈനസ് 100 100. ദെൻ കോളം വൈസ് നോക്കുക. കോളം വൈസ് സ്മോള് 400 മൈനസ് 190 210. 300 മൈനസ് 100 200. 500 മൈനസ് 400 100. 200 മൈനസ് 100 100. സോ ഇതിലെ ഹയസ്റ്റ് വന്നേക്കുന്നത് 210 ആണ്. സോ ഈ കോളം സെലക്ട് ചെയ്തു. ഈ കോളത്തിലെ ലീസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 190 ആണ്. 190ക്ക് അലോക്കേഷൻ കൊടുക്കണം. 70 ഉണ്ട്, 50 ഉണ്ട്. മിനിമം ആണ് കൊടുക്കേണ്ടത്. സോ 50. അപ്പം 50 കൊടുക്കുമ്പം ഈ കോളം കട്ടാവും. സോ അടുത്ത ടേബിൾ വരയ്ക്കുമ്പം W1 വരയ്ക്കാൻ പാടില്ല. 70യുടെ സ്ഥാനത്ത് 20 ആവും. സോ W1 ഇല്ലാതെ W2, W3, W4 വരച്ചു. ദെൻ ഓരോ റോയിലെയും ലീസ്റ്റ് എലമെന്റ്സ് സബ്ട്രാക്ട് ചെയ്യണം. 100ഉം 300 മൈനസ് 100 200. 400 മൈനസ് 300 100. 200 മൈനസ് 100 100. അതുപോലെ തന്നെ ഈ കോളം വൈസും ചെയ്യണം. 300 മൈനസ് 100 200. 500 മൈനസ് 400 100. 200 മൈനസ് 100 100. ഇപ്പോൾ ഹയസ്റ്റ് പെനാൽറ്റി നോക്കണം. ഹയസ്റ്റ് പെനാൽറ്റി ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഈ 200ഉം ഈ 200ഉം സെലക്ട് ചെയ്യാം. ഈ 200 സെലക്ട് ചെയ്യുന്നു. ഈ 200 സെലക്ട് ചെയ്യുമ്പോൾ ലീസ്റ്റ് കോസ്റ്റ് ഇവിടെ വന്നേക്കുന്ന 100 ആണ്. 100 വേണം അലോക്കേഷൻ കൊടുക്കാൻ. 180 80 ഉണ്ട്. സോ 80 കൊടുക്കുന്നു. 80 കൊടുക്കുമ്പം ഈ കോളം കട്ടാകും. പിന്നെ അടുത്തത് വരയ്ക്കുമ്പോൾ W3ഉം W4ഉം വരയ്ക്കാവുള്ളൂ. ഇവിടെ 180യുടെ സ്ഥാനത്ത് 100 ആവും. W2 ഇല്ലാതെ നമ്മൾ വരച്ചു. ദെൻ നെക്സ്റ്റ് ഇവിടെ നോക്കുക. 400 ഡിഫറൻസ് നോക്കുമ്പോൾ 500 മൈനസ് 100. 600 മൈനസ് 400 200. ദെൻ 600 മൈനസ് 400. ഇവിടെ സ്മോളസ്റ്റ്, അതായത് 500 400 ആണ് സ്മോളസ്റ്റ്. 500 മൈനസ് 400 100. ഇവിടെ 200ഉം 100. അപ്പൊ 100. അപ്പം ഹയസ്റ്റ് പെനാലിറ്റി ഇവിടെ 2 400 ആണ്. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്യുന്നു. ലീസ്റ്റ് ഹോസ്റ്റ് 100 ആണ്. 100 വേണം ലൊക്കേഷൻ കൊടുക്കാൻ. 20 ഉണ്ട് 40 ഉണ്ട്. 20 കൊടുക്കുന്നു. ഈ കോളം കട്ടായി. പിന്നെ വരയ്ക്കുമ്പം P1 ഇല്ലാതെ വേണം വരയ്ക്കാൻ. P1 ഇല്ലാതെ നമ്മൾ വരച്ചു. ദെൻ ഡിഫറൻസ് കണ്ടുപിടിക്കാം. 600 മൈനസ് 400 200. 600 മൈനസ് 200 400. Then 600 minus 400 200. 600 minus 200 400. Highest penalty ഈ 400 സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 6
600 ഉണ്ട് 20 ഉണ്ട്. ലിസ്റ്റ് കൊടുക്കണം. 20 കൊടുക്കുമ്പോൾ 100ഉം 120ഉം 100 കൊടുക്കുന്നു. ഇത് കട്ടായി പോകുന്നു. പിന്നെ അടുത്തത് P2 മാത്രമേ ഉള്ളൂ. P3 കട്ടായിപ്പോയി. ഇപ്പൊ P2ൽ W3ഉം W4ഉം. ഇവിടെ 400, 600, ഇവിടെ 90, ഇവിടെ 70, 120 ആണ്. 100 കൊടുത്തു. സോ ഇവിടെ 20 ആണ് റിമൈനിങ്. പിന്നെ നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. ഇവിടെ 70 കൊടുക്കാം, ഇവിടെ 20 കൊടുക്കാം. ഇപ്പൊ 70 + 20 90. അപ്പൊ അലോക്കേഷൻസ് എല്ലാം നമ്മൾ കൊടുത്തു. നമ്മൾ വീണ്ടും അത് എടുത്തെഴുതുന്നു. നമ്മൾ അലോക്കേഷൻസ് കൊടുത്തെല്ലാം ഒന്നുകൂടെ എടുത്തെഴുതി. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യണം. 50 + 20 70, 70 + 20 90, 80 + 100 180. കോളം വൈസ് നോക്കണം. 50, 80, 70, 140. ദെൻ നെക്സ്റ്റ് മോഡി മെത്തേഡ് ചെയ്യണം. ഈ കിട്ടിയിരിക്കുന്നത് മിനിമം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് മോഡി മെത്തേഡ്. മോഡി മെത്തേഡ് വെച്ച് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് അലോക്കേഷൻസ് UI + VJ. ഇതിന് നമ്മൾ U1, U2, U3 എന്ന് പേര് കൊടുക്കുന്നു. U1, U2, U3. ഇത് V1, V2, V3, V4 എന്ന് കൊടുക്കുന്നു. ദെൻ അലോക്കേഷൻ കൊടുത്ത സെല്ലിന്റെ കോസ്റ്റ് എഴുതുന്നു. അപ്പൊ ഇവിടെ ആകുമ്പം ഇവിടെ അലോക്കേഷൻ കൊടുത്തു. സോ വി ക്യാൻ റൈറ്റ് U1 + V1 = 190. കോസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. അടുത്ത അലോക്കേഷൻ കൊടുത്തേക്കുന്നത് U1 + V4 = 100. U1 + V4 = 100. അടുത്ത അലോക്കേഷൻ കൊടുത്തേക്കുന്നത് U2 + V3 = 70. U2 + V4 = 70 അല്ല 400. സോറി, അലോക്കേഷൻ കോസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. U2 + V4 = 600. U2 + V4 = 600. ഇനി ഇവിടെ അലോക്കേഷൻ കൊടുത്തേക്കുന്ന U3 + V2 = 100. U3 + V4 = ഇവിടെ കൊടുത്തിരിക്കുന്ന 200. സോ അപ്പൊ അലോക്കേഷൻസ് കൊടുത്ത സെല്ലിന്റെ കോസ്റ്റ് നമ്മൾ എഴുതി. ദെൻ ഇവിടെ ഏതേലും ഒന്നിന്, ഇപ്പൊ ഏറ്റവും കൂടുതൽ ഏതാണോ അതിന്, അല്ലെങ്കിൽ ഏതേലും ഒന്നിന്. ഇപ്പൊ V4 ആണെങ്കിൽ ഇവിടെ 3 എണ്ണം ഉണ്ട്. സോ വി ക്യാൻ റൈറ്റ് പുട്ട് V4 = 0 എന്ന് കൊടുക്കുന്നു. എല്ലാത്തിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി V4ന് 0 കൊടുത്തു. V4 0 ആകുമ്പോൾ വി ഗെറ്റ് U1 = 100. ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടും U1 = 100. ദെൻ ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടും U3 = 200. ദെൻ ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടും U2 = 600. ദെൻ ഇവിടെ U1 + V1 = 190 ആണ്. സോ വി ഗെറ്റ് U1 എന്ന് പറയുന്നത് 100 ആണ്. സോ വി ക്യാൻ റൈറ്റ് V1 = 90. ഓക്കെ. ദെൻ V2 കണ്ടുപിടിക്കാം. U3 + V2 ആണ് 100. അപ്പം U3 200 ആണ്. സോ V2 ക്യാൻ ബി റിട്ടൺ ആസ് -100. ദെൻ V3 കണ്ടുപിടിക്കണം. U2 + V3 400 ആണ്. U2 നമുക്ക് 600 ആണ്. സോ V3 = -200. എല്ലാത്തിന്റെയും വാല്യൂസ് കിട്ടി. ദെൻ അടുത്ത് CIJ ചെയ്യണം. CIJ ആണ്. CIJ എന്ന് പറയുന്നത് നമ്മൾ അലോക്കേഷൻ കൊടുത്ത സെല്ലെല്ലാം ഇൻറ്റു ആയിട്ട് എടുക്കുക. അപ്പൊ ഇവിടെ ഇത് ഇൻറ്റു ആയിട്ട് നമ്മൾ എടുക്കുന്നു. പിന്നെ ഇവിടെ 4th നമ്മൾ അലോക്കേഷൻ കൊടുത്തു. സോ 4th ഇവിടെ ഇൻറ്റു കൊടുക്കുന്നു. ഇവിടെ ആകുമ്പം സെക്കൻഡ് റോയിലെ 3rd ഉം 4th ഉം ആണ്. അപ്പൊ 3rd ഉം 4th ഉം നമ്മൾ ഇവിടെ ഇൻറ്റു കൊടുക്കുന്നു. ദെൻ 3rd റോയിലെ 2nd ഉം 4th ഉം. അപ്പൊ 2nd ഉം 4th ഉം ഇൻറ്റു കൊടുക്കുന്നു. അപ്പൊ അലോക്കേഷൻ കൊടുത്തത് ഇൻറ്റു കൊടുത്തുന്നു. ബാക്കിയെല്ലാം നമ്മൾ ഇവിടെ എടുത്തെഴുതുന്നു. 300, 500 അതിവിടെ എഴുതുന്നു. 300, 500. ഇവിടെ വരുന്നത് 700 ഉം 300 ഉം. അപ്പൊ അതിവിടെ എഴുതുന്നു. 700,
300. Then ഇവിടെ 400 600. So 400 600 എടുത്തെഴുതുന്നു. ഇനി അടുത്തത് UI പ്ലസ് VJ ആണ് ചെയ്യേണ്ടത്. UI പ്ലസ് VJ. അടുത്തത് UI പ്ലസ് VJ ആണ് ചെയ്യേണ്ടത്. അപ്പൊ U1 U2 U3 അതിന്റെ വാല്യൂസ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. 100 600 200. അടുത്തത് 90 മൈനസ് 100 200. അപ്പൊ ഇവിടെ ഇൻറ്റു എടുത്തേക്കെല്ലാം ഇവിടെയും ഇൻറ്റു തന്നെ ചെയ്യണം. ഇവിടെ ഇൻറ്റു, ഇവിടെ 2 ഇൻറ്റു, ഇവിടെ ഇൻറ്റു, ഇവിടെ ഇൻറ്റു. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് 100 മൈനസ് 100. അപ്പൊ 0 ആയിപ്പോവും. 100 മൈനസ് 200, 100 മൈനസ് 200 മൈനസ് 100 വരും, മൈനസ് 100 വരും. ദെൻ ഇവിടെ 600 പ്ലസ് 90 690, 600 മൈനസ് 100 500 വരും. ഇവിടെ 200 പ്ലസ് 90 290 വരും. ദെൻ 200 മൈനസ് 200 0 വരും. അപ്പൊ UI പ്ലസ് VJ ചെയ്തു. ദെൻ DIJ ആണ് ചെയ്യേണ്ടത്. DIJ എന്ന് പറഞ്ഞാൽ DIJ നമുക്കിവിടെ എഴുതാം. DIJ എന്ന് പറഞ്ഞാൽ CIJ മൈനസ് UI പ്ലസ് VJ. ഇത് തമ്മിലുള്ള ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുന്നതാണ് DIJ ആയിട്ട് എഴുതുന്നത്. DIJ മൈനസ് ചെയ്യണം. അപ്പൊ ഇവിടെ ഇൻറ്റു ഉള്ളത് അതുപോലെ തന്നെ എഴുതണം. അപ്പൊ ഇൻറ്റു. അപ്പൊ ഇവിടെ 300 മൈനസ് 0 ആണ്. 300 മൈനസ് 0 300 തന്നെ. ദെൻ ഇവിടെ 500 മൈനസ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 600 എന്ന് വരും. ഇനി സെക്കൻഡ് റോയിൽ ഇവിടെ രണ്ടും ഇൻറ്റു ആണ്. സോ ഇവിടെ രണ്ടും ഇൻറ്റു എഴുതുന്നു. 700 മൈനസ് 690 അതിവിടെ 10. ദെൻ 300 മൈനസ് 500 മൈനസ് 200. ദെൻ ഇവിടെ ഇൻറ്റു ആണ്. സോ ഇവിടെ ഇൻറ്റു ആണ്. 400 മൈനസ് 290 110. ദെൻ 600 മൈനസ് 0 600. അപ്പൊ ഇവിടെ നമ്മൾ DIJ എല്ലാം പോസിറ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത് മിനിമം കോസ്റ്റ് ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട്. അപ്പൊ നെഗറ്റീവ് വന്നതുകൊണ്ട് നമ്മൾ ഇത് വീണ്ടും റീഅറേഞ്ച് ചെയ്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ലൂപ്പ് വരയ്ക്കണം. ലൂപ്പ് വരച്ചിട്ടാണ് ചെയ്യേണ്ടത്. ലൂപ്പ്. In a transportation table, an ordered set of 4 or more cells is said to form a loop if any 2 adjacent cells in the ordered set lie either in the same row or in the same column. Any 3 or more adjacent cells in the ordered set do not lie in the same row or column. Third one, each cell except the last must appear only once in the ordered set. അപ്പൊ ലൂപ്പ് വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനിലെ 2 സെല്ല് സെയിം റോയിലോ സെയിം കോളത്തിലോ വരണം. 3 അതിൽ കൂടുതൽ വരാൻ പാടില്ല. അപ്പൊ ഈ പ്രോബ്ലത്തില് നമുക്ക് DIJ നെഗറ്റീവ് വന്നു. ഇവിടെയാണ് DIJ വന്നേക്കുന്നത്. അപ്പൊ ഈ അലോക്കേഷൻ കൊടുത്താൽ നമുക്ക് മിനിമം കിട്ടത്തില്ല. ഈ അലോക്കേഷൻ മാറ്റി എഴുതണം. അപ്പൊ ഇവിടെയാണ് നെഗറ്റീവ് വന്നത്. അപ്പൊ ഈ നെഗറ്റീവ് വന്നിടത്ത് നമ്മൾ അവിടെ തീറ്റ എന്ന് പേര് കൊടുക്കുന്നു. ഈ നെഗറ്റീവ് വന്ന സ്ഥലത്ത് നമ്മൾ തീറ്റ കൊടുക്കുന്നു. അപ്പൊ നെഗറ്റീവ് വന്നത് ഇവിടെയാണ്. അപ്പൊ ഈ പ്ലേസിൽ തീറ്റ എന്ന് പേര് കൊടുക്കുന്നു. ദിസ് ഈസ് തീറ്റ. അപ്പൊ ഇവിടെ തീറ്റ എന്ന് കൊടുത്തു. ഇനി നമുക്ക് ലൂപ്പ് വരയ്ക്കണം. ലൂപ്പ് ഒന്നെങ്കിൽ ഈ തീറ്റയുടെ താഴോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട്. അപ്പൊ മുകളിലോട്ട് വരയ്ക്കാൻ നമുക്ക് സ്ഥലമില്ല. അതുകൊണ്ട് നമ്മൾ താഴോട്ട് വരയ്ക്കുന്നു. ഈ 80 വരയ്ക്കുന്നു. ലൂപ്പ് ഇങ്ങോട്ട് വരയ്ക്കുന്നു. ദെൻ ഇവിടെ മൈനസ് തീറ്റ എന്ന് കൊടുക്കുന്നു. ഇവിടെ മൈനസ് തീറ്റ. ദെൻ ഇത് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ പോകുന്നു. അപ്പോൾ ഒരു ലൈനിൽ 2 സെല്ല് കാണും. അപ്പൊ ഇത് ഇങ്ങോട്ട് പോകുന്നു,
ഇവിടെ തീറ്റ കൊടുത്തു, ഇവിടെ മൈനസ് തീറ്റ കൊടുത്തു. അപ്പൊ ഇവിടെ കൊടുക്കേണ്ടത് പ്ലസ് തീറ്റ. ദെൻ ഇത് മുകളിലോട്ട് പോകുന്നു, മുകളിലോട്ട് 20-ല് ഇവിടെ മൈനസ് തീറ്റ. ദെൻ നമ്മൾ ഈ 70 ടച്ച് ചെയ്യാതെ തിരിച്ച് ഈ തീറ്റയിൽ തന്നെ ചേരുന്നു. ഇതാണ് ലൂപ്പ്. അപ്പൊ ലൂപ്പ് വരയ്ക്കുമ്പം ഈ ലൂപ്പിന്റെ രണ്ടറ്റത്തും ഒരു സെല്ല് കാണണം. അപ്പൊ ഇവിടെ ഒരു തീറ്റ ഉണ്ട്, ഇവിടെ ഒരു തീറ്റ ഉണ്ട്. ദെൻ ഇവിടെയും ഉണ്ട്. അപ്പൊ ഓരോ ലൈനിന്റെയും രണ്ടറ്റത്ത് സെല്ല് കാണണം. ദെൻ തീറ്റ മൈനസ് തീറ്റ പ്ലസ് തീറ്റ മൈനസ് തീറ്റ. തീറ്റ 2 തവണ വരാം, ബാക്കിയുള്ളത് ഒരു തവണേ വരാൻ പാടുള്ളൂ. അപ്പം നമ്മളിവിടെ തീറ്റ മൈനസ് തീറ്റ എന്ന് പറഞ്ഞ് വന്നേക്കുന്നത് 20-യും 80-യാണ്. മൈനസ് തീറ്റ വന്നേക്കുന്നത് 20, 80-യാണ്. ഇതിലെ മിനിമം ഏതാണെന്ന് നോക്കുക. ഇതിലെ മിനിമം എന്ന് പറയുന്നത് 20-യാണ്. അപ്പൊ തീറ്റയ്ക്ക് നമ്മൾ 20 എന്ന് പേര് കൊടുക്കുന്നു. തീറ്റ ഈസ് ഈക്വൽ ടു 20. അപ്പൊ തീറ്റയുടെ സ്ഥാനത്ത് നമ്മൾ അലോക്കേഷൻ കൊടുക്കുമ്പോൾ 20 കൊടുക്കുന്നു. ഇവിടെ മൈനസ് തീറ്റയാണ് ചെയ്യുന്നത്. അപ്പൊ 80 ആണ് ഓൾറെഡി. മൈനസ് തീറ്റ ചെയ്യുമ്പം ഇവിടെ ഈ 80 മാറി 60 വരും. 80 മാറി 60 വരും. ഇവിടെ 100 ആണ്, പ്ലസ് തീറ്റയാണ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ 100 മാറി 120 വരും. 120 വരും. ഇവിടെ 20 ആണ് ഓൾറെഡി. മൈനസ് തീറ്റ ചെയ്യുമ്പം 0 വരും. അങ്ങനെ നമ്മൾ അലോക്കേഷൻ ചേഞ്ച് ചെയ്തു. അതായത് ബാക്കി അവിടെ തന്നെ കിടക്കും. ഇവിടെയാകുമ്പോൾ 50 പ്ലസ് 20 70. നമ്മൾ ഇവിടെയാണ് 20 കൊടുത്തത്. 20 പ്ലസ് 70 90. ഇവിടെ അലോക്കേഷൻ ഇല്ല, 0 ആയിപ്പോയി. ദെൻ ഇവിടെ 60 കൊടുത്തു, ഇവിടെ 120 180. അപ്പൊ ഇവിടെ 50 60 പ്ലസ് 20, ഈ 80 കളഞ്ഞിട്ട് നമ്മൾ 60 കൊടുത്തു. 20 പ്ലസ് 60 80. ഇവിടെ 70 തന്നെ. ഇവിടെ ഈ 20 മാറ്റി കളഞ്ഞു. 20 പ്ലസ് 120 140. അപ്പൊ നമ്മുടെ അലോക്കേഷൻ ചേഞ്ച് ചെയ്തു. സോ അത് വീണ്ടും ഒന്നുകൂടെ വരയ്ക്കാം. അപ്പൊ നമ്മൾ വീണ്ടും ആ ടേബിൾ വരച്ചു. 0 എന്നുള്ളത് എഴുതണ്ട, 20 ഇങ്ങോട്ടാക്കി 60 ആക്കി, ഇവിടെ 120 ആക്കി. ഈ പുതിയ അലോക്കേഷൻ ഇത് ചെക്ക് ചെയ്യണം. 50 പ്ലസ് 20 70 90 180. ഇവിടെ 50 20 പ്ലസ് 60 80 70 140. അപ്പൊ ഇത് വീണ്ടും ഇതാണോ മിനിമം എന്ന് അറിയാൻ വേണ്ടി വീണ്ടും മോഡി മെത്തേഡ് ചെയ്യണം. മോഡി മെത്തേഡ് വീണ്ടും നമ്മൾ ചെയ്യണം. അപ്പൊ അലോക്കേഷൻ കൊടുത്ത് മോഡി മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ u1 പ്ലസ് v1 ഈക്വൽ ടു 190. u1 പ്ലസ് അലോക്കേഷൻ ഉള്ള സെല്ലിന്റെ കോസ്റ്റ് എഴുതുന്നു. u1 പ്ലസ് v1 ഈക്വൽ ടു 190. then u1 plus v4 equal to 100. u2 plus v2 equal to 300. u2 plus v3 equal to 400. u3 plus v2 equal to 60. u3 plus v4 equal to 200. സോറി, ഇവിടെ നമ്മൾ 100 ആണ് എഴുതേണ്ടത്. 100 190 100 300 400 100 200. ദെൻ ഇവിടെ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ 0 എന്ന് കൊടുക്കണം. സോ വി ക്യാൻ പുട്ട് v4 ഈക്വൽ ടു 0 കൊടുക്കുന്നു. v4 0 കൊടുക്കുമ്പം ഈ ഇക്വേഷനിൽ നിന്ന് u1 ഈക്വൽ ടു 100 എന്ന് കിട്ടും. ഈ ഇക്വേഷനിൽ നിന്ന് u3 ഈസ് ഈക്വൽ ടു 200 എന്ന് കിട്ടും. ദെൻ ഓക്കെ, ദെൻ ഇവിടെ u1 പ്ലസ് v1 ഈക്വൽ ടു u3 ഉള്ളത് u3 പ്ലസ് v2 100 ആണ്. സോ വി ക്യാൻ റൈറ്റ് v2 ഈസ് ഈക്വൽ ടു, ഇത് 200 ആണ്, u200. സോ വി ക്യാൻ റൈറ്റ് v2 ഈസ് ഈക്വൽ ടു മൈനസ് 100. ദെൻ ഇവിടെ u2 പ്ലസ് v2 300 ആണ്. അപ്പൊ v2 മൈനസ് 100 ആണ്. സോ u2 ഈസ് ഈക്വൽ ടു 400. u2 400 എന്ന് കിട്ടി. അപ്പൊ u1 u2 u3 v1 കിട്ടണം. v1 എന്ന് പറയുന്നത് u1 പ്ലസ് v1 190 ആണ്, u1 100 ആണ്. സോ v1 ഈക്വൽ ടു 90. സോ v1 v2 v3 കണ്ടുപിടിക്കണം. v3 എന്ന് പറയുന്നത് u2 പ്ലസ് v3 400 ആണ്,
U2 നമുക്കറിയാം 400 ആണ്. സോ V3 ഈസ് ഈക്വൽ ടു 0. ദെൻ CIJ ചെയ്യുക. അപ്പൊ CIJ കാണാം. അപ്പൊ CIJ കാണുമ്പം ഇവിടെ രണ്ടും അലോക്കേഷൻ ഉണ്ട്. അപ്പൊ അലോക്കേഷൻ ഉള്ള സ്ഥലം ഇൻറ്റു കൊടുക്കുക, അല്ലാത്തതിന്റെ കോസ്റ്റ് എഴുതുക. അപ്പൊ ഇവിടെ 300 500. അപ്പൊ ഇവിടെ 300 500. പിന്നെ ഇവിടെ സെക്കൻഡും തേർഡും അലോക്കേഷൻ ഉണ്ട്. അപ്പൊ സെക്കൻഡും തേർഡും അലോക്കേഷൻ ഉണ്ട്, അല്ലാത്തത് എഴുതുക. 700 ഇവിടെ 600 700 600. ദെൻ ഇവിടെ സെക്കൻഡിനും ഫോർത്തിനും ഉണ്ട് അലോക്കേഷൻ. സെക്കൻഡിനും ഫോർത്തിനും അലോക്കേഷൻ ഉണ്ട്. അടുത്ത് 400ഉം 600ഉം. അപ്പൊ ഇവിടെ 400 600. അപ്പൊ U1 U2 U3 എഴുതി. V1 V2 V3 V4ന്റെ വാല്യൂസ് കിട്ടി. V1 90, V2 എന്ന് പറയുന്നത് -100, V3 എന്ന് പറയുന്നത് 0, V4ഉം 0 ആണ്. സോ ഇവിടെ ഇൻറ്റു ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇൻറ്റു ഇടുന്നു. ഓക്കെ, ഇവിടെ 2 ഇൻറ്റു, ഇവിടെ ഇൻറ്റു. അപ്പം അല്ലാത്തത് നമ്മൾ ചെയ്യുന്നു. 100 -100 0, 100 + 0 100. ഇവിടെ 400 + 90 490. ഇവിടെ 400 + 0 400. ഇവിടെ 200 + 90 290. 200 + 0 200. ഇനി DIJ ആണ് ചെയ്യേണ്ടത്, അതായത് ഇത് തമ്മിൽ മൈനസ് ചെയ്യുന്നത്. അപ്പൊ DIJ ഇത് തമ്മിൽ മൈനസ് ചെയ്താണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ഇൻറ്റു ഉള്ളത് നമ്മൾ ഇൻറ്റു തന്നെ ഇടുന്നു. അപ്പൊ ഇവിടെ ഇൻറ്റു, ഇവിടെ ഇൻറ്റു, ഇവിടെ 2 ഇൻറ്റു, ഇവിടെ ഇൻറ്റു, ഇവിടെ ഇൻറ്റു. ഇൻറ്റു ഉള്ളത് നമ്മൾ ഇൻറ്റു തന്നെ ഇടുന്നു. ദെൻ അടുത്തത് 300 - 0. 300 - 0 300 തന്നെ. ഇവിടെ 500 - 100 400. ഇവിടെ 700 - 490 210. 600 - 400 200. 400 - 290 110. 600 - 200 400. അപ്പോൾ ഇവിടെ ഹിയർ ഓൾ DIJ, എല്ലാ DIJയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എല്ലാം പോസിറ്റീവ് ആണ്. അപ്പൊ ഇത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, നമുക്ക് ഇപ്പൊ ചെയ്ത ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമം ആയിരിക്കും. സോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് TP = 50 ഇൻറ്റു. അപ്പൊ ഇതിലാണ് നമുക്ക് പോസിറ്റീവ് ആയത്. അപ്പൊ ഈ ടേബിളിൽ നിന്ന് വേണം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാൻ. 50 × 190 + 20 × 100 TP കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 × 190 + 20 × 100 + 20 × 300 + 70 × 400 + 60 × 100 + 120 × 200. സോ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത് മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഇതിന്റെ മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കിട്ടുന്നത് ₹75,500. മിനിമം കോസ്റ്റ് കിട്ടുന്നത് 75,500. ഇതാണ് മിനിമം കോസ്റ്റ്.